പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ UG ആപ്ലിക്കേഷൻ, ഡിഗ്രി ആപ്ലിക്കേഷൻ ആരംഭിച്ചു. ആപ്ലിക്കേഷൻ നൽകാനുള്ള കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വഴി ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, UG കോഴ്സ് ഡീറ്റെയിൽസ്, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ, മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ, അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസുകൾ, ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബോണസ് പോയിൻറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ആൻഡ് അഡ്മിഷൻ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ, ഇതുമായെല്ലാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 1/6/2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ദേവഗിരി കോളേജ്, സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ, ഫറൂഖ് കോളേജ്, MES കോളേജ് മമ്പാട്, പ്രോവിഡൻസ് കോളേജ് കോഴിക്കോട് തുടങ്ങിയിട്ടുള്ള ഓട്ടോണമസ് കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയല്ല ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ആ ഓരോ കോളേജുകളുടെയും വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ നൽകിയാൽ മാത്രമേ ആ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ, ആ ഓട്ടോണമസ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വർഷം മുതൽ 4 വർഷ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ. വിദ്യാർത്ഥികൾക്ക് 3 രീതിയിൽ കോഴ്സുകൾ പൂർത്തിയാക്കാവുന്നതാണ്. ഒന്നാമതായി 3 വർഷത്തെ UG പഠനം. 3 വർഷം പഠിച്ച ശേഷം നിങ്ങൾക്ക് പഠനം നിർത്തിയാൽ സാധാരണ പോലെയുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് 2 വർഷം PG പഠിക്കാവുന്നതാണ്, ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ രീതി 4 വർഷത്തെ UG ബിരുദമാണ്, ഓണേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മൂന്നാമത്തെ രീതി 4 വർഷത്തെ UG പഠനം തന്നെ, പക്ഷേ ഓണേഴ്സ് വിത്ത് റിസർച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ റിസർച്ച് കൂടി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി, UG ഡിഗ്രി ലഭിക്കുന്നതാണ്. ഇങ്ങനെ 2 രീതിയിൽ 4 വർഷത്തെ UG ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ തുടർന്ന് 1 വർഷം മാത്രം പഠിച്ചാൽ മതിയാകുന്നതാണ് നിങ്ങൾക്ക് ബിരുദാനന്തര ബിരുദത്തിന്. കൂടാതെ 4 വർഷ ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആവശ്യമെങ്കിൽ PhDക്ക് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ 4 വർഷ UG കോഴ്സുകൾ കൂടാതെ പല കോളേജുകളിലുമുള്ള 3 വർഷ BVOC, ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കീഴിലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ ഏത് വിഭാഗത്തിൽ വരുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനും ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. അതായത് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയുടെ കൈവശം CAP ID ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അതായത് സ്പോർട്സ് കോട്ടയിലായിരിക്കാം, മാനേജ്മെൻറ്റ് കോട്ടയിലായിരിക്കാം, കമ്മ്യൂണിറ്റി കോട്ടയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമുള്ള ഒരു വിഭാഗത്തിലുള്ള സീറ്റിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെല്ലാവരും ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകി അവരുടെ കൈവശം CAP ID ഉണ്ടാക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. അതായത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് വഴിയുള്ള മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷന് വേണ്ടി മാത്രമല്ല, മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളും ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. ഇങ്ങനെ ആപ്ലിക്കേഷൻ നൽകുന്ന എല്ലാവർക്കും വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് CAP ID. അപ്ലൈ ചെയ്യുവാനായി SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 195 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 470 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി സ്പോർട്സ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും അഡ്മിഷൻ ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. സ്പോർട്സ് കോട്ടയിൽ ഓരോ കോഴ്സിലും 1-2 സീറ്റുകൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് സ്പോർട്സിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കായിട്ട് റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സ്പോർട്സ് ഇനങ്ങളിൽ വിജയികളായവർക്കാണ് ഇങ്ങനെയുള്ള റിസർവേഷൻ ലഭിക്കുക എന്നുള്ള കാര്യം പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകിയ ശേഷം കോളേജുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് കോളേജിൽ മറ്റൊരു ആപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യത തെളിയിക്കാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് കോപ്പികളും അവിടെ നൽകേണ്ടതുണ്ട്. അതിനുശേഷം റാങ്ക് ലിസ്റ്റ്, സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് കോളേജിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. ഉയർന്ന ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിക്ക് സ്പോർട്സ് കോട്ടയിൽ ഓരോ കോളേജിലും ഓരോ കോഴ്സിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ. പല എയ്ഡഡ് കോളേജുകളിലും പല എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജുകളിലും 10% അല്ലെങ്കിൽ 20% സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളാണ്. ഏത് വിഭാഗത്തിൽ വരുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്നവരാണ് ആ ഒരു കോളേജ് നടത്തുന്നത്, അതേ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് കമ്മ്യൂണിറ്റി കോട്ട എന്നത് യെസ് എന്ന് നൽകിയ ശേഷം നിങ്ങൾ നൽകുന്ന ഓപ്ഷനിൽ അത്തരത്തിലുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കാൻ അർഹതയുള്ള കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്നത് യെസ് എന്ന് നൽകി നിങ്ങൾ നൽകുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകൾ ഓപ്ഷനായിട്ട് നൽകേണ്ടതാണ്.
ആ ഓപ്ഷനുകൾ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി മാത്രമല്ല പരിഗണിക്കുക, മെറിറ്റ് പ്രകാരം നിങ്ങളുടെ സ്കോർ പ്രകാരമുള്ള ജനറൽ മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയും പരിഗണിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല എങ്കിലാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി പരിഗണിക്കപ്പെടുന്നത്. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ ആദ്യ 1-2 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നടത്തുക. ആ ഒരു സമയത്ത് നിങ്ങളുടെ വെബ്സൈറ്റ് ലോഗിനിൽ കയറിയാൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ ഓപ്ഷൻ നൽകി ഓരോ കോളേജിലെയും കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. നിങ്ങൾ കോളേജുമായി ബന്ധപ്പെടുകയാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി ചെയ്യേണ്ടത്. കോളേജുകാരും നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. ഇനി മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ എല്ലാ എയ്ഡഡ് കോളേജുകളിലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളുണ്ട്. എയ്ഡഡ് കോളേജുകളിൽ 20% സീറ്റുകൾ, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ 50% സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നൽകുകയാണ് വേണ്ടത്. പക്ഷേ ആദ്യം നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് CAP ID ഉണ്ടാക്കേണ്ടതാണ്. വിദ്യാർത്ഥിക്ക് മാക്സിമം 20 ഓപ്ഷനുകൾ മാത്രമാണ് നൽകാൻ വേണ്ടി സാധിക്കുക. നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സുമായിരിക്കണം ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകേണ്ടത്. പിന്നീട് വരുന്ന ഓപ്ഷനുകളും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഡറിൽ മാത്രമേ നൽകാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങൾ നൽകുന്ന ഓപ്ഷനിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ നൽകാം, പഴയ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായും 3 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ലഭിച്ച സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. 1000-ൽ താഴെ രൂപയാണ് ആ ഒരു തുക ഉണ്ടാവുക. ആ ഒരു തുക നിങ്ങൾ അഡ്മിഷന് വേണ്ടി കോളേജിലേക്ക് പരിഗണിക്കുന്നതാണ്. അഡ്മിഷനുള്ള ഫീസാണ് അത് വരുന്നത്. മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നിങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. കൂടാതെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നതുമല്ല. വിവിധ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഡേറ്റ് ഷെഡ്യൂൾ വന്നിട്ടില്ല. ലഭ്യമായ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. കൂടാതെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി വിശദീകരിക്കുന്ന വീഡിയോകൾ ഓരോ ഘട്ടത്തിലും ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ A ഗ്രേഡ് സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ നേടിയ വിദ്യാർത്ഥികൾക്ക് 10 പോയിൻറ്റ് ബോണസ് മാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ NSS, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് നന്മ മുദ്ര സർട്ടിഫിക്കറ്റ് നേടിയവർക്ക് 15 പോയിൻറ്റ് ബോണസ് പോയിൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുമ്പോൾ വിദ്യാർത്ഥിയുടെ ഫോട്ടോ മാത്രമാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ രേഖകളും നിങ്ങളുടെ കൈവശമുണ്ടായാൽ മതിയാകുന്നതാണ്. അഡ്മിഷൻ സമയത്ത് അതെല്ലാം നിങ്ങൾ കോളേജിൽ നൽകേണ്ടി വരുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടേത് ആയിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID മാത്രം യൂസ് ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യേണ്ടി വന്നാൽ അതിലേക്കായിരിക്കും OTP വരിക. അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരുടെയും കൈവശം +2 സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ വർഷം +2 പാസ്സായ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായ വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരുടെ സ്കോർ ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. മുൻ വർഷങ്ങളിൽ പാസ്സായവരുടെ സ്കോർ ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടി വരുന്നതാണ്. റിസർവേഷൻ ലഭ്യമാകാൻ OBC അതുപോലെ OEC വിഭാഗം വിദ്യാർത്ഥികളുടെ കൈവശം NCL സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കാൻ EWS സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കാൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ട് വരിക. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ്, അഡ്മിഷൻ ഇവയെല്ലാമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.